ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്ന പ്രധാന വിഷയം റോമാലേഖനം 2:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യഹൂദൻ എന്ന മേലെഴുത്തുണ്ടെങ്കിലും ദൈവകൽപ്പനകളെ ലംഘിച്ചാൽ ആരും യഹൂദനായി തീരുന്നില്ല. അവരുടെ പരിച്ഛേദന അത് വ്യർത്ഥമായി തീരുന്നു. പുറമേ യഹൂദനായവനല്ല യഥാർത്ഥ യഹൂദൻ, എന്നാൽ അകമേ യഹൂദനായവനത്രേ യഥാർത്ഥ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഒരു ഹൃദയ പരിച്ഛേദനയത്രേ യഥാർത്ഥ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. ഈ വാക്യം യഹൂദനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നതാണെങ്കിലും വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ബാഹ്യമായി നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ, ബാഹ്യമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി ഒരുവനും യഥാർത്ഥ ക്രിസ്ത്യാനി ആയിത്തീരുന്നില്ല. വീണ്ടെടുപ്പ് പ്രാപിച്ച, വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവപൈതലായിത്തീരുന്നില്ല. പിന്നെയോ അവൻ യഥാർത്ഥ ക്രിസ്ത്യാനി ആകുന്നുവെങ്കിൽ, വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ആകുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പരിച്ഛേദന ഏറ്റിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വ്യർത്ഥമായിട്ടുള്ള പ്രവൃത്തികൾ, അഗ്രചർമ്മത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ അവൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയാകുകയില്ല. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 1-3. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ. സകല മനുഷ്യരും ദോഷ്ക് പറയുന്നവർ എന്നേ വരൂ. ആമേൻ. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യം തന്നെ അത് ആരംഭിക്കുന്നത് യഹൂദന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആവർത്തി ആ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് 2-3 ബുള്ളറ്റ് പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. റോമാലേഖനം യഹൂദന്റെ പ്രത്യേകതകൾ. റോമാലേഖനം 3:2 പറയുന്നു ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ നിക്ഷേപിച്ചിരിക്കുന്നു. 2 റോമാലേഖനം 9-ാം അധ്യായം 4-5 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും അവർക്ക് മാത്രം ഉള്ളത്. 147-ാം സങ്കീർത്തനം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നു അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഹൂദന് ലഭിച്ചിട്ടുള്ള ആ ഭാഗ്യകരമായ പദവികൾ, അഡ്വാൻറ്റേജസ് ഓഫ് ജ്യൂസ് എന്താണെന്ന് നമുക്കതിലൂടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് നാം പ്രത്യേകമായി ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 3:3. അതിങ്ങനെ എഴുതിയിരിക്കുന്നത് ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. ഈ ലോകത്തിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിന് 2 പാർട്ടി മിനിമം ഉണ്ടായിരിക്കും. ഈ 2 പാർട്ടികൾ തമ്മിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിൽ ഒരു ക്ലോസ് വയ്ക്കും. അവർ ആ കോൺട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്ന പല ക്ലോസുകളുണ്ട്, പല ടേംസ് ഉണ്ട്, പല കണ്ടീഷൻസ് ഉണ്ട്. എന്നാൽ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ പാർട്ടികളിൽ ഒരു പാർട്ടി ആ ടേംസിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ ആ കോൺട്രാക്റ്റ് നൾ ആൻഡ് വൈറ്റ്, അത് അതോടെ തീരുകയാണ്. അതുകൊണ്ട് ഒരു പാർട്ടിയുടെ അവിശ്വസ്തതയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആ നോൺ കോംപ്ലയൻസ് കൊണ്ട് ഒരു കോൺട്രാക്റ്റ് നൾ ആൻഡ് വോയിഡ് ആയിത്തീരുന്നു, വ്യർത്ഥമായിത്തീരുന്നു. എന്നാൽ
ദൈവം നടത്തിയ കോൺട്രാക്ട്സ് അങ്ങനെയല്ല. ദൈവം എബ്രഹാമിന് അല്ലെങ്കിൽ എബ്രഹാമുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു. അത് ഉടമ്പടിയിൽ അതിൻ്റെ അവകാശികൾ എബ്രഹാമും എബ്രഹാമിൻ്റെ സന്തതികളുമാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ആ ഉടമ്പടിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന പല നിയമങ്ങളും എബ്രഹാമിൻ്റെ സന്തതി വയലേറ്റ് ചെയ്തു. ലോകപ്രകാരമുള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് ആ നിമിഷം തന്നെ തീരുന്നതാണ്. എന്നാൽ അബ്രഹാമിൻ്റെ സന്തതികൾ അനുസരണക്കേട് കാണിച്ചിട്ടും കോൺട്രാക്റ്റിലെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാതിരുന്നിട്ടും ദൈവം ചെയ്ത ഉടമ്പടി അത് ക്യാൻസലായി പോയില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്ന്, ദൈവം ദൈവമാകുന്നു. മനുഷ്യന്റെ ഒരു ആക്ഷനും, ഞാൻ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ ഒരു പ്രവൃത്തിയും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുവാൻ ഒരു നാളും കഴിയുകയില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 3:3 പറയുന്നു, അവരുടെ അവിശ്വാസത്താൽ അവർ അവിശ്വസിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത അത് മാറ്റമില്ലാതായി നിൽക്കുന്നു. നമ്മൾ ദൈവത്തെ ദൈവമെന്ന് അംഗീകരിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും എല്ലാം പലവിധ കാരണങ്ങളാണെന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നത്രേ ദൈവത്തിൻ്റെ വിശ്വസ്തത. അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല, അവൻ മുഖപക്ഷം കാണിക്കുകയില്ല. യഹൂദന്മാർ വളരെ പ്രത്യേകമായ ഒരു പദവി അവർ അനുഭവിച്ചു പോന്നു എന്നുള്ള സത്യമെങ്കിലും പലരുടെയും ജീവിതത്തിൽ അത് അവർക്ക് ഉപകാരമായി തീർന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവരുടെ അവിശ്വസ്തത. യഹൂദന്മാർക്ക് ദൈവം അവർക്ക് മാത്രമായി ദൈവം തന്റെ കൽപ്പനകളും ചട്ടങ്ങളും കൊടുത്തു. അവരും ദൈവത്തിന്റെ കൽപ്പനകളെ ചിലർ വിശ്വസിച്ചു, പക്ഷെ അവർ അതിനെ പുറമെ വളരെ ഭയഭക്തിയോടുകൂടി തന്നെയാണ് ദൈവത്തിന്റെ വചനങ്ങൾ എഴുതിയിരിക്കുന്ന ആ ചുരുളുകളെ ഹാൻഡിൽ ചെയ്തിരുന്നത്. അവയ്ക്ക് അത്യധികമായ ബഹുമാനം അവർ കൊടുത്തിരുന്നു. ഭയഭക്തിയോടുകൂടി മാത്രമേ അവർ അതിനെ സ്വീകരിച്ചിരുന്നുള്ളൂ, സമീപിച്ചിരുന്നുള്ളൂ. അത് തന്നെയുമല്ല, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അവരുടെ ഭവനത്തിന്റെ കട്ടിളമേലും കുറുമ്പടിമേലും ദൈവവചനം അവർ രേഖപ്പെടുത്തിയിരുന്നു. ദൈവവചനത്തിന്റെ ഓദർ, അതുപോലെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യത, ഇതിലെല്ലാം അവർ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചിരുന്നു. തന്നെയുമല്ല, ഈ ദൈവവചനത്തിൽ അവർ പ്രശംസിച്ചും പോന്നിരുന്നു. പക്ഷേ ആ ദൈവവചനത്തെ ദൈവവചനമായി തന്നെ അംഗീകരിക്കുവാനും അതിന് കീഴ്പ്പെടുവാനും പലർക്കും സാധിച്ചില്ല. അവർ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളത് സത്യമെങ്കിലും ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് അംഗീകരിക്കുവാനോ ആരാധിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ അവർക്ക് സാധിച്ചില്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കാതിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ പാപത്തിന്റെ എണ്ണം, ലംഘനങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ അതിന്റെ പെരുപ്പം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം മറ്റൊന്നുമല്ല, നന്മ എന്തെന്ന് അവർ അറിയുവാനിടയായി, ദൈവത്തിന്റെ ഹിതമെന്തെന്ന് അവർക്ക് അറിയുവാനായിട്ടിടയായി. യാക്കോബത്തിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപമാകുന്നു. യഹൂദന്മാർ ദൈവത്തിന്റെ നിയമത്തെ വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നു.
എന്നാൽ അവരുടെ അവിശ്വാസം മൂലം അവർക്ക് അതിനെ അനുസരിക്കുവാനോ തന്മൂലം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. എബ്രായ ലേഖനം 3:15-19 പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസം മൂലം അവർക്ക് ആ പ്രോമിസ് ലാൻഡിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്താണ് അവരെ അതിലേക്ക് നയിച്ചത്? മറ്റൊന്നുമല്ല, അവിശ്വാസം കടന്നു വരുവാൻ ഇടയായി തീർന്നത്. എബ്രായർ 3:15 പറയുന്നു, അവരെ അത് നയിച്ചത് അവരുടെ കഠിനമായ ഹൃദയമായിരുന്നു. അതിന്റെ 3:16 പറയുന്നുണ്ട്, അവരുടെ ഹൃദയം കഠിനമായി പോയത് കൊണ്ട് അവർ ദൈവത്തോട് മത്സരിക്കുവാനിടയായി. വീണ്ടും അതിന്റെ 17 വാക്യത്തിൽ പറയുന്നു, അവരുടെ മത്സരം മൂലം അവർ ദൈവത്തോട് പാപം ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് എബ്രായർ 3:17 പറയുന്നു, തന്മൂലം ദൈവം അവരോട് ക്രോധിച്ചു. ദൈവത്തിന്റെ കോപത്തിന് പാത്രമായി തീരുവാൻ ഇടയായി തീർന്നു. എങ്ങനെ? കഠിനമായ ഹൃദയം മൂലം ദൈവത്തോട് മത്സരിച്ചു. അങ്ങനെ ദൈവത്തോട് മത്സരിക്കുകയാൽ അവരുടെ ജീവിതത്തിൽ പാപം കടന്നു വന്നു. പാപം കടന്നു വന്ന തന്റെ പ്രിയ ജനത്തോട് ദൈവത്തിന് കോപം കടന്നു വരുവാനായിട്ടിടയായി. കാരണം മറ്റൊന്നുമല്ല, ദൈവം തന്നോട് മത്സരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്തൊരു കാര്യമാണ്. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നൊരു വാക്കുണ്ട്. 1 ശമൂവേൽ 15:21 പറയുന്നു, മത്സരം ആഭിചാരം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. ആഭിചാരവും മിഥ്യാപൂജയും അതുപോലെ തന്നെ വിഗ്രഹാരാധനയും ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യങ്ങളാണ്. ദൈവം തന്നെ നമ്മുടെ ശത്രുവായി തീർന്നാൽ ആർക്ക് അവനെ തടയുവാൻ കഴിയും? ആർക്ക് അവനിൽ നിന്നും നമ്മെ വിടുവിക്കുവാനായിട്ട് കഴിയും? ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് എബ്രായർ 3:18-19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, തന്മൂലം അവർക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ മരുഭൂമിയിൽ പട്ടുപോകുവാനും ഇടയായി തീർന്നു. ഈ യഹൂദന്മാരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തെ നാം അറിയുന്നു, ദൈവം നമ്മെ അറിയുന്നു. ഈ വിശ്വാസം പലപ്പോഴും നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പോകുന്നവരുമാണ്. എന്നാൽ നമ്മൾ കേട്ട ഈ ദൈവവചനം, കേൾക്കുന്ന ദൈവവചനം, നമ്മുടെ കൈവശം ലഭിച്ചിരിക്കുന്ന ദൈവവചനം, അത് വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുവാനായിട്ട് നാം അനുവദിച്ചില്ല എങ്കിൽ, ഈ വചനങ്ങൾ, ഈ നമ്മുടെ തിരുവചന ധ്യാനം, തിരുവചന വായന, പ്രസംഗം കേൾക്കൽ, വചനം പഠിക്കൽ, വചനം പഠിപ്പിക്കൽ, ഇതെല്ലാം തന്നെ വ്യർത്ഥമായി തീരുന്നു. അതുകൊണ്ട് പത്രോസ് വിശ്വാസികളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. 2 പത്രോസ് 2:20-21, കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞതിന് ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് പുറമേ അവർ വളരെ ഭക്തിയുള്ളവരായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മതം അനുശാസിക്കുന്ന എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബാഹ്യമായി അനുഷ്ഠിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു ദൈവ പൈതൽ എന്നുള്ള പദവിയിൽ, അബ്രഹാമിന്റെ മക്കൾ എന്നുള്ള പദവിയിൽ നിന്നവരായിരുന്നു. എന്നാൽ പുറമേയുള്ളതല്ല, ഹൃദയത്തിന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും അറിയാവുന്നവൻ, മറഞ്ഞിരിക്കുന്നവയെ തിരിച്ചറിയുന്നവൻ, ഹൃദയത്തിലെ ഉൾപ്പൂവുകളെ ആരാഞ്ഞ് അറിയുവാൻ കഴിവുള്ളവൻ, സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നവൻ,
അതേ നമ്മുടെ കർത്താവായ യേശു ഈ യഹൂദന്മാരെ കണ്ടപ്പോൾ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും വിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. മത്തായി 23:27. അവർ വചനം സ്വീകരിച്ചു, അല്ലെങ്കിൽ വചനം അവർക്ക് കിട്ടി. പക്ഷേ ആ വചനം കിട്ടിയത് കൊണ്ടുണ്ടായ നന്മകൾ പ്രാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എബ്രായർ 4:2 പറയുന്നു, അവരെ പോലെ നാമും സത്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇതുപോലെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന, നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ എത്രയധികം വചനങ്ങൾ കേട്ടാലും അത് നമുക്ക് ഉപകാരമായി വരികയില്ല. യാക്കോബ് 1:22 പറയുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ അനുസരിക്കുന്നവരുമായിരിക്കും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവിക സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവനിൽ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ക്ലിയർ ആണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഉത്തരം പറയുവാൻ നമുക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഒന്നുകിൽ ഞാൻ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തിരസ്കരിക്കുന്നു. ഒന്നുകിൽ ഞാൻ അനുസരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അനുസരണക്കേട് കാണിക്കുന്നു. ഒന്നുകിൽ ഞാൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്നു. അപ്പൊ നമ്മുടെ ഓരോ പ്രവൃത്തിയും, നമ്മുടെ ഓരോ വാക്കും ഇതുപോലെ വളരെ വ്യക്തമായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. മറ്റുള്ളവർക്ക് ആശങ്കയ്ക്കോ അല്ലെങ്കിൽ സംശയത്തിനോ ഇടവരാത്ത വിധത്തിൽ നമ്മുടെ ഓരോ വാക്കും വ്യക്തമായിരിക്കട്ടെ. മത്തായി 5:37 പറയുന്ന, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യെസ് ഓർ നോ എന്ന് പറയേണ്ട ഘട്ടങ്ങളിൽ പോലും നമ്മൾ ഉരുണ്ട് കളിക്കാറുണ്ട്. നമ്മൾ പല എക്സ്പ്ലനേഷൻസും കൊടുക്കാറുണ്ട്, പല വിശദീകരണങ്ങളും കൊടുത്ത് നമ്മെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വാസം നീക്കം വരുമോ? ഒരു നാളുമില്ല. യഹൂദന്മാരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല. 178 സങ്കീർത്തനം 37 വാക്യത്തിൽ പറയുന്നു, അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. എങ്കിലും ദൈവം വിശ്വസ്തനായിരുന്നു. യഹൂദന്മാർ നിയമത്തോട് വിശ്വസ്തത കാണിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാകുന്നു. കാരണം കുറച്ചു സമയം ദൈവത്തോടൊപ്പം, കുറച്ചു സമയം ദൈവത്തിൽ നിന്നകന്നു. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നെങ്കിലും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടിയിരുന്ന പല വ്യക്തികളെയും നമുക്ക് കാണാം. അവർ ദൈവത്തോട് ഏകാഗ്രതയോടുകൂടി ഇരുന്നപ്പോൾ, സ്ഥിരതയോടുകൂടി ദൈവത്തെ ആശ്രയിച്ചിരുന്നപ്പോൾ എപ്രകാരം അനുഗ്രഹം പ്രാപിക്കാനിടയായി തീർന്നുവെന്നും, എന്നാൽ അവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായ പരിതാപകരമായ ചില അവസ്ഥകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു നല്ല ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഹിസ്കിയ രാജാവ്. അദ്ദേഹം മാരകമായ രോഗം പിടിപെട്ട് താൻ
മരിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥന, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. തന്മൂലം അവന്റെ ജീവിതത്തിൽ 15 വർഷം കൂടി ദൈവം നീട്ടിക്കൊടുക്കുവാനായിട്ടിടയായി. എന്നാൽ ഇതുപോലെ തന്നെ ഉള്ള ദൈവഭക്തനായൊരു മനുഷ്യനായിരുന്നു ആസ. 2 ദിനവൃത്താന്തം 14:2 പറയുന്നത്, ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. കൂശ്യനായ സേരഹ് 10 ലക്ഷം ആളും 300 രഥവുമായി ഇവരുടെ നേരെ വന്നപ്പോൾ കേവലം 3 ലക്ഷം മാത്രം പട്ടാളക്കാരുള്ള ആസ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു. ദൈവവചനം പറയുന്നത്, ആസ ദൈവമായ കർത്താവിനെ ഏകാഗ്ര ഹൃദയത്തോടെ അന്വേഷിച്ചു. അപ്പോൾ ദൈവം കൂശ്യരുടെ മേൽ ആസയ്ക്ക് ജയം നൽകി. തുടർന്നുള്ള 20 വർഷം യഹൂദയ്ക്ക് ഒരു യുദ്ധവും ഒരു ശത്രുവിനെ നേരിടേണ്ടി വന്നില്ല. എന്നാൽ ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, ശത്രുവിനെ കുറിച്ചുള്ള ഭീതി അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, വേദപുസ്തകം പറയുന്നു, ആശയ്ക്ക് ദൈവത്തിലുണ്ടായിരുന്ന ഏകാഗ്രത ക്രമേണ നഷ്ടപ്പെടുവാനിടയായി. അവന് 36 വയസ്സുള്ളപ്പോൾ ഇസ്രായേൽ രാജാവായിരുന്ന ബേശ യഹൂദയ്ക്കെതിരെ വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായി അവൻ ആശ്രയിക്കുവാൻ പുതിയൊരു കാര്യം കിട്ടി. അരാമ്യ രാജാവായ ബെൻഹദദ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായി, ദൈവത്തിൽ അവന്റെ ഹൃദയം സ്ഥിരമായി ഇരിക്കാത്തത് കൊണ്ട് അവന്റെ മുൻപിൽ വന്ന ആശ്രയം എന്ന് പറയുന്നത് ബെൻഹദദ് ആയിരുന്നു. എന്നാൽ ദർശകനായ ഹനാനിയിലൂടെ ദൈവം പറഞ്ഞു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ ഉടനീളം ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ നീ ആരാം രാജാവിൽ ആശ്രയിച്ചതിനാൽ നീ ഭോഷത്വം ചെയ്തിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥന കണ്ടക്ട് ചെയ്യുമ്പോഴും തിരുവചനം ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മൾ കോട്ട് ചെയ്യുന്നൊരു വാക്കാണ്, തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നവയാണ് കർത്താവിന്റെ ദൃഷ്ടികൾ. ഇന്ന് സന്ധ്യാസമയത്ത് ഒരിക്കൽ കൂടി പ്രിയ ദൈവമക്കളെ, നമ്മൾ അവന്റെ മുമ്പിൽ അവനിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടി ആയിരുന്നാൽ, പൂർണ്ണ ഹൃദയത്തോടുകൂടി ആയിരുന്നാൽ, അവന്റെ ദൃഷ്ടികൾ നമ്മുടെ മേലുണ്ട്. അവന്റെ ദൃഷ്ടികൾ നമ്മുടെ മേൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു. കൂശ്യൻ വന്നാലും, ഇസ്രായേൽ വന്നാലും, അരാമ്യർ വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ വക അരുളപ്പാടുകൾ ലഭിച്ചിട്ടും ആസയുടെ ജീവിതത്തിൽ തുടർന്ന് ആശയ്ക്കൊരു ദീനം വന്നു, ആസയ്ക്കൊരു ദീനം വന്നു. ഈ ദീനം വന്നപ്പോൾ അവൻ എന്താണ് ചെയ്തത്? ദൈവത്തെ വിട്ട് താൻ വൈദ്യന്മാരിൽ ആശ്രയിക്കുവാൻ തുടങ്ങി. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ വിട്ട് അവൻ ആശ്രയിച്ച വൈദ്യന്മാർക്ക് അവന്റെ ശരീരത്തെ കിടത്തുവാൻ, ശവശരീരത്തെ കിടത്തുവാൻ, ഉണ്ടാക്കിയ ശയ്യയിൽ നിറയ്ക്കുന്നതിന് ആവശ്യമായ സുഗന്ധവർഗത്തെയും പരിമള സാധനങ്ങളെയും മാത്രമേ ഉണ്ടാക്കുവാൻ കഴിഞ്ഞുള്ളൂ. അവന്റെ രോഗത്തെ സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. 2 ദിനവൃത്താന്തം 25:2 3 വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. 2 ദിനവൃത്താന്തം 25:2 യോവാശിന്റെ മകനായ അമസ്യാവ് യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ല താനും. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. തന്റെ ജീവിതത്തിൽ ദൈവം ജയം കൊടുത്തപ്പോൾ അമസ്യാവ് ചെയ്തത്, അവൻ സ്വയീർ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി
അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് അമസ്യാവിന്റെ മേൽ ദൈവത്തിന്റെ കോപം കടന്നു വരികയും അവൻ മരണത്തെ പുൽകുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. മറ്റൊരു വ്യക്തിയാണ്, ഏകാഗ്രത നഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തി. തുടക്കം വളരെ ഗംഭീരമായിരുന്നു. അത് മറ്റാരുമല്ല, ശലോമോൻ. ശലോമോൻ വളരെ ബുദ്ധിമാനായിരുന്നു, ജ്ഞാനിയായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചവനായിരുന്നു, സകലവിധ നന്മകളാലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനുമായിരുന്നു. പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 11:4 പറയുന്നു, ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമ വിശ്വാസ വീരന്മാരുടെ ദീർഘമായൊരു പട്ടിക കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ശലോമോന്റെ പേർ അവിടെ എഴുതി ചേർക്കുവാനായിട്ടിടയായി തീർന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, സംഭവിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:3 പറയുന്നു, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിശാച് ഒരിക്കലും നമ്മെ വന്ന് അതിന് തള്ളിയിടുകയോ ഉന്തി മാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ തന്ത്രത്തോടെ, വളരെ തന്മയത്വത്തോടെ ക്രിസ്തുവിനുള്ള ഏകാഗ്രത നശിപ്പിക്കുവാൻ, അങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ട് നാം വഷളായി തീരുവാൻ ഇടയാക്കി തീർക്കുവാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോടുകൂടി, അത് ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുകയില്ല എന്ന ഉറച്ചൊരു തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെയുള്ളവരെ യെശയ്യാ 26:3 പറയുന്നു, സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് യഹോവ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ, അപ്പോസ്തലപ്രവൃത്തി 7:39 സ്റ്റീഫൻ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു. ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അവരുടെ ഹൃദയം മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. നാം ഏതിനെയാണോ ഉപേക്ഷിച്ചു പോകുന്നത്, ഏതിനെയാണോ തള്ളിക്കളഞ്ഞു പോകുന്നത്, ഈ ദൈവം മുഖാന്തരം ഏതിൽ നിന്നാണോ നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്, ആ അവസ്ഥയിലേക്ക് ഈ ദൈവത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്തിരിഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ വാഗ്ദത്തം ലഭിച്ചവർ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കായക കൊണ്ട്, അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവരെ അത് എവിടെ വരെ കൊണ്ട് ചെന്നെത്തിച്ചു. അവർ പ്രതീക്ഷയോടെ കാത്തിരുന്ന മിശിഹായെപ്പോലും തള്ളിക്കളയുവാൻ, ക്രൂശിക്കുവാൻ ഇടയായി തീർന്നു. യോഹന്നാൻ 1:11 പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് നമുക്കുള്ള പ്രബോധനം എന്ന് പറയുന്നത്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. നമ്മൾ വാഗ്ദത്തം ലഭിച്ചവരാ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം നമുക്കും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാമും സദ്വർത്തമാനം കേട്ടവരാ. കേട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതിനെ നാം വിശ്വസിച്ച് അതിനെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അവന്റെ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അനുസരണക്കേട് കാണിച്ചാലോ, നമ്മൾ കേട്ട ഈ വചനമൊന്നും നമുക്ക് ഉപകാരമായി തീരുവാൻ ഇടയാവുകയില്ല. നമ്മളും അവകാശപ്പെടുന്നതാണ്, നമ്മൾ ദൈവത്തിൽ പ്രശംസിക്കുന്നു, ദൈവത്തിൽ നിന്നും ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നമ്മെ അറിയുന്നു,
ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മൾ അവന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്. അങ്ങനെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാം നമ്മൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം പറയുന്ന ലൂക്കോസ് 12:47-48 പറയുന്ന, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഞാൻ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിലെ, നമ്മൾ ദൈവത്തിന്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കിയവരാ, ദൈവത്തെ മനസ്സിലാക്കിയവരാ, ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുമാണ്, അഭിമാനിക്കുന്നവരുമാണ്. അത് സത്യമാണ് താനും. എന്നാൽ യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ ഇരുന്നാൽ, അവന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവവചനം പറയുന്നു. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ഈ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങിപ്പോയാൽ അവന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തെ സ്ഥിതിയേക്കാൾ വളരെ അധികം വഷളായിപ്പോയി. അവരെ കുറിച്ച് പത്രോസ് പറയുന്നത് 2 പത്രോസ് 2:20-21 വാക്കുകളിൽ പറയും, തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞതിന് ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അവന്റെ കൽപ്പനയെ, വിശുദ്ധ കൽപ്പന എന്തെന്നും നീതിയുടെ വഴി എന്തെന്നും നാം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായി യഹൂദന്മാരുടെ കഥ, യഹൂദന്മാരെ ചിത്രീകരിച്ചിരിക്കുമ്പോൾ അവരുടെ പാതയെ പിൻചെല്ലുവാനിടയാകാതെ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ അടുത്ത കുറിവാക്യത്തിൽ ചിലർ വിശ്വസിച്ചില്ല. അതേ, യഹൂദന്മാർ വിശ്വസിച്ചില്ല. എന്നാൽ അവരുടെ അവിശ്വാസ നിമിത്തം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ ചോദിക്കുന്നു, യഹൂദന്മാർ ഇപ്രകാരമൊക്കെയും ചെയ്തു. അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, കൽപ്പനകളെ തള്ളിക്കളഞ്ഞു, ദൈവപുത്രനെ തന്നെ ക്രൂശിച്ചവരാണ്. എന്നാൽ പരിശുദ്ധാത്മ ഇപ്രകാരം ചോദിക്കുന്നു, റോമാലേഖനം 11:1-2 ചോദിക്കുന്നു, നിന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ദൈവം തന്റെ സ്വന്തം ജനത്തെ ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ അധികം ദൂരെയൊന്നും പോകേണ്ടി വന്നില്ല. മോശെ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയപ്പോൾ ഉടൻ തന്നെ അവരുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം കൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, മിസ്രൈമിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചവൻ ഈ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അതിനെ ആരാധിച്ചവരാണ്. അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞ കാഴ്ച കണ്ടപ്പോൾ ദൈവം കോപത്താൽ ഇപ്രകാരം മോശയോട് പറഞ്ഞു, ഈ ജനത്തെ ഞാൻ സംഹരിക്കുവാൻ പോകുകയാണ്. എന്നാൽ മോശെ അവിടെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നു. ദൈവസന്നിധിയിൽ അവൻ കരഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവിടുന്ന് ചെയ്ത കൽപ്പനകളെ, അവിടുന്ന് കൊടുത്ത ഉടമ്പടികളെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം ജനത്തെ നശിപ്പിക്കുമെന്ന് എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നതായി അവിടെ കാണുവാനായിട്ട് കഴിയും. അവന്റെ വിശ്വസ്തത. മറ്റൊന്ന്, അങ്ങനെ ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്ന കാഴ്ച കണ്ട് കോപാകുലനായ മോശെ തന്റെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകകളെ എറിഞ്ഞുടച്ചു. ദൈവമാണ് കൊടുത്തത്, ദൈവം കൊടുത്ത കൽപ്പന.
ആ പലകകളെ എറിഞ്ഞുടച്ചു, അവയെ കത്തിച്ച് ചാമ്പലാക്കി, അവയെ ഈ വിഗ്രഹാരാധികളെ കൊണ്ട് കുട്ടിപ്പിക്കുവാനും ഇടയായി തീർന്നു. എന്നാൽ ദൈവം കൊടുത്ത കൽപ്പലകകളെ മോശെ എറിഞ്ഞുടച്ചപ്പോൾ മോശയ്ക്കെതിരായി ദൈവം ഒരു വാക്കുപോലും പറയുന്നതായിട്ടോ അവനെ അതിനെ ശിക്ഷിക്കുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും, മോശയ്ക്ക് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന എരിവ് അത്രമാത്രം വലിയതായിരുന്നു, അതുകൊണ്ടാണ് അവനെ എറിഞ്ഞുടയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്, അതുകൊണ്ടാണ് ദൈവം അവനെ ഒന്നും കുറ്റപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരാതിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവങ്ങളെ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട ദൈവവേദനയെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദൈവം മോശയെ കുറ്റപ്പെടുത്തിയില്ല, അവനെ ശിക്ഷിച്ചില്ല. പിന്നെയോ ദൈവം അവനോട് 2 കൽപ്പലകകൾ കൂടി ഉണ്ടാക്കി മുകളിലേക്ക് കയറി വരുവാനാണ് അരുളി ചെയ്യുവാൻ ഇടയായി തീർന്നത്. അതിന്റെ കാരണം എന്തെന്നോ, ദൈവം അവൻ വിശ്വസ്തനാണ്, അവൻ കരുണയുള്ളവനാണ്. മോശയുടെ ഹൃദയത്തിൽ പോലും തോന്നിക്കാണും, ഞാൻ ഇത്രമാത്രം വലിയൊരു പാതകം, ഈ കൽപ്പലകകൾ ദൈവത്തിന്റെ നിയമങ്ങൾ എറിഞ്ഞുടച്ചിട്ടും ദൈവം എന്നോട് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 34 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു, 34:6 പറയുന്നു, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. അങ്ങനെയുള്ള വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. തുടർന്നും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മെരീബയിൽ വെച്ച്, റെഫൈദമിലുള്ള മെരീബയിൽ വെച്ച് ജനം മോശയോടും ദൈവത്തോടും കലഹിക്കുന്നു. വേദപുസ്തകത്തിൽ 2 സ്ഥലത്ത് മെരീബ എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. ഇതിന് 2ന്റെ അർത്ഥം കലഹം എന്നാണ്. പുറപ്പാട് പുസ്തകം 17:7 ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ തങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മാസ എന്നും മെരീബ എന്നും പേരിട്ടു. മെരീബ എന്ന വാക്കിന്റെ അർത്ഥം കലഹം. എന്നാൽ അന്ന് ദൈവം അവരോട് പറഞ്ഞു, ഞാൻ പാറമേൽ നിൽക്കും, നീ പാറയെ അടിക്കണം കയ്യിലിരിക്കുന്ന വടി കൊണ്ട്, അപ്പോൾ വെള്ളം പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് പാറയടിച്ചപ്പോൾ ജനത്തിനാവശ്യമായ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. അവർ കാദേശ് മരുഭൂമിയിൽ ചുറ്റി നടക്കുമ്പോൾ അവിടെയും അവർക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുവാനിടയായി. ഉടനെ ജനം മോശയോട് കലഹിച്ചു. മോശെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ വടിയെടുത്ത് നിന്റെ സഹോദരനായ അഹരോനെയും കൂട്ടി പാറയോട് കൽപ്പിക്കുക. അപ്പോൾ പാറ നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ആവശ്യമായ വെള്ളം തരുവാനായിട്ടിടയായി. എന്നാൽ ജനത്തിന്റെ പെരുമാറ്റ നിമിത്തം കോപാകുലനായ മോശെ പാറയോട് കൽപ്പിക്കുന്നതിന് പകരമായി തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. അവർക്ക് ആവശ്യമായ വെള്ളം പാറയിൽ നിന്നും പുറത്തു വന്നു. എങ്കിലും ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമായി മോശെ പ്രവർത്തിച്ചത് കൊണ്ട് ദൈവകോപം അവന്റെ മേൽ വരുവാനായിട്ടിടയായി. എന്ത് സംഭവിച്ചു? സംഖ്യാപുസ്തകം 20 അധ്യായം 12 വാക്യം നോക്കുമ്പോൾ, താൻ ഈ ജനത്തെ മുഴുവനും, ലക്ഷക്കണക്കിന് ജനത്തെ മുഴുവനും നയിച്ചുകൊണ്ട് എവിടേക്കാകുന്നുവോ പോകുന്നത്, ആ ദേശത്ത് ഇവന് കടക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയായി. സങ്കീർത്തനകർത്താവ് അതിനെ കുറിച്ച് 106 സങ്കീർത്തനം 32:23 പറയുന്നു. 32 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, മെരീബ വെള്ളത്തിങ്കലും അവർ അവനെ കോപിപ്പിച്ചു. അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം സംഭവിച്ചു. അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി.
ദൈവം ഇതിൽ നിന്ന് വെള്ളം തരും എന്ന് പറയുന്നതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെള്ളം തരും എന്ന് പറയുവാനുള്ള ഒരു അവിവേകം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയാക്കി വന്നു. കേൾക്കുന്ന ദൈവ പൈതലെ, പലപ്പോഴും നമ്മുടെ ഹൃദയവും ചൂട് പിടിക്കാറുണ്ട്. അവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, മറ്റുള്ള വിശ്വാസികളുടെ അവിശ്വാസത്തിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ചൂട് പിടിക്കും. പക്ഷേ ആ ചൂട് പിടിച്ച ഹൃദയത്തെ അങ്ങനെ തന്നെ തണുപ്പിക്കുന്നതാണ് ഉത്തമം. അല്ലാതെ ചൂട് പിടിച്ചു എന്ന് കരുതി അതിക്രമമായത് എന്തെങ്കിലും പറയുവാനോ പ്രവർത്തിക്കുവാനോ ഇടയായി തീർന്നാൽ ദൈവം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയില്ല. മോശെ സകല മനുഷ്യരെക്കാളും സൗമ്യനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ അബദ്ധം വന്നുള്ളൂ. പക്ഷേ വാഗ്ദത്ത ദേശത്തേക്കുള്ളവന്റെ പ്രവേശനത്തിന് തന്നെ അത് തടസ്സമായി തീരുവാനായിട്ടിടയായി തീർന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1:20 പറയുന്നത്, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മോശെ ഇസ്രായേൽ ജനത്തിന് വെള്ളം വരുത്തി കൊടുക്കുവാനിടയായി തീർന്ന പാറ എന്താകുന്നു? ആ പാറ 1 കൊരിന്ത്യർ 10:1-4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ആ പാറ അത് ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം പാറയെ അടിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കാണിക്കുന്നു. ഒരു പ്രാവശ്യം അവൻ ഒരിക്കലായി ക്രൂശിൽ കയറി, ഒരിക്കലായി ക്രൂശിൽ കിടന്നുള്ള അവന്റെ പാപയാഗത്താല് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുവാനിടയായി. എന്നാൽ രണ്ടാമത് പറഞ്ഞത്, നീ പാറയോട് കൽപ്പിക്കുക, പാറയോട് കൽപ്പിക്കുക. എന്നാൽ മോശ എന്ത് ചെയ്തു? പാറയെ വീണ്ടും അടിക്കുവാൻ തക്കവണ്ണം ഇടയായി. നാമുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതുമായിട്ടുള്ള ബന്ധം എന്തെന്ന് നോക്കിയാൽ, എബ്രായ ലേഖനം 6-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ പറയുന്നു, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗ്ഗദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. മോശയ്ക്കുണ്ടായ കോപം അവനെ പാപം പറയുവാൻ തക്കവണ്ണം ഇടയായി. വാഗ്ദത്ത ദേശത്തേക്കൊക്കെ പ്രവേശിക്കുവാനുള്ളവന്റെ യോഗ്യത തന്നെ അതുമൂലമില്ലാതെയായി. എങ്കിലും ദൈവം വിശ്വസ്തൻ. നെബോ പർവ്വതത്തിന്മേലുള്ള പിസ്ഗാ കൊടുമുടിയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തെ നോക്കി കാണുവാൻ ദൈവം അവന് അവസരം കൊടുത്തു. അത് മാത്രമല്ല, 1400 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു ആ മറുരൂപ മലയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു മോശെ. ആ വാഗ്ദത്ത ദേശത്ത് അവൻ ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷേ ഭൗതികമായ ഒരു ശരീരത്തോടെയോ ചിന്താഗതിയോടുകൂടി ആയിരുന്നില്ല. ആത്മീയമായ ഒരു ആത്മശരീരം പ്രാപിച്ചവനായി അവനവിടെ കടന്നു പോകുവാനിടയായി. ദൈവം വിശ്വസ്തൻ. ദാവീദ് പറയുന്നത്, കർത്താവേ, നീ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. അവിടുന്ന് നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, വേദപുസ്തകം പറയുന്നത് ഇവിടെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയും, 12-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അതെ, ശരിയാണ്. കാലം മുന്നോട്ട് പോകുന്തോറും നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ദാവീദ് പറഞ്ഞത്. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ ഇല്ലാതെയാകുന്നു. പക്ഷേ ഇതിനൊന്നിനും തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷതം വരുത്തുവാൻ ഒരിക്കലും സാധിക്കുകയില്ല.
അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. നിന്റെ ദയ ആകാശത്തോളം എത്തുന്നു. അതിന്റെ മുകളിൽ കയറി ഈ ദയയുടെ വലിപ്പം കുറയ്ക്കുവാൻ ഒരാൾക്കും കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് മേഘങ്ങളോളം എത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. ആ വിശ്വസ്തതയ്ക്ക് ഒരു ഭംഗം വരുത്തുവാൻ, മേഘങ്ങളുടെ മുകളിൽ കയറുവാൻ ആർക്കും കഴിയുകയില്ല. അവന്റെ വിശ്വസ്തതയാണ് ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ പരിചയം പലകയുമായി നിൽക്കുന്നത്. അവന്റെ വിശ്വസ്തതയാണ് നമുക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി നിൽക്കുന്നു. അവന്റെ ദയ രാത്രി തോറും, അവന്റെ വിശ്വസ്തത രാത്രി തോറും അവന്റെ വിശ്വസ്തതയെയും രാവിലെ അവന്റെ ദയയെയും വർണ്ണിക്കുന്നത് എത്ര നല്ലത്. അങ്ങനെ വിശ്വസ്തനായ ദൈവം ഇസ്രായേൽ അവിശ്വസ്തത കാണിച്ചിട്ടും ഒരിക്കലും അവരെ തള്ളിക്കളഞ്ഞില്ല. അവർ ഇന്നും അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തത്തിന്റെ അവകാശികളായി തന്നെ നിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അവർ അനുഗ്രഹത്തിന് കാരണമായി തീരണം. അത് ദൈവം നിന്റെ സന്തതി മുഖാന്തരം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിനും ഇന്നും വ്യത്യാസം വന്നിട്ടില്ല. റോമാലേഖനം 11-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പറയുന്നു, എന്നാൽ അവർ, അതായത് ഇസ്രായേൽ, വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർക്ക് എരിവരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി. എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവർക്ക് നഷ്ടം സംഭവിച്ചത് കൊണ്ട് നമുക്ക് അത് ലാഭമായി തീരുവാനായിട്ടിടയായി തീർന്നു. നമുക്ക് ലാഭമായി തീർന്നു. അവിടെ ചോദിക്കുന്നു, അവരുടെ ലംഘനം ലോകത്തിന് ധനമായി തീർന്നു. കൂടാതെ 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്തായിത്തീരും. ഇത് മാർമികമായ ചില വിഷയങ്ങളാണ്. അതായത് ഇസ്രായേൽ ഇത്രമാത്രം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കൊള്ളരാത്രമൊക്കെ ചെയ്തിട്ടും അവരുടെ ഓരോ ആക്ഷൻ മുഖാന്തരം അല്ലെങ്കിൽ ആക്ഷൻ കാരണമായി മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവരുടെ ലംഘനം ലോകത്തിന് ധനമായി തീർന്നു. അവരുടെ ഭ്രംശം നമ്മുടെ ലോകത്തിന്റെ നിരപ്പിന്, അതായത് ദൈവമായിട്ടുള്ളൊരു നിരപ്പിന് കാരണമായി. എന്നിട്ട് ചോദിക്കുന്നു, എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്തായിത്തീരും. അതിന്റെ അർത്ഥം അവരുടെ അംഗീകരണം, ഈ ലോകം അവരെ അംഗീകരിച്ചു കഴിയുമ്പോൾ, ദൈവം അവരെ അംഗീകരിച്ചു കഴിയുമ്പോൾ അത് സംഭവിക്കുന്നത് മരിച്ചവരുടെ ഉയർപ്പിന്റെ സമയത്ത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ അവൻ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും. അവർ മേഘോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടും. തുടർന്ന് ഈ ഭൂമിയിൽ അതികഠിനമായ പീഡനങ്ങൾ നടക്കുമ്പോൾ, ഇത് ക്രിസ്തുവിന്റെയും അവന്റെ കിങ്കരന്മാരുടെയും കൈ ഇസ്രായേലിന്റെ മേൽ ഭാരമായി തീരുമ്പോൾ അവർ നിലവിളിക്കും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. തങ്കൽ കുത്തി മുറിവേൽപ്പിച്ചവങ്കിലേക്ക് വന്ന് നോക്കുമ്പോൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് അവൻ ഈ ഭൂമിയിലേക്ക് വരും, തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ, തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ, തൻ്റെ ജനത്തിന്റെ മധ്യേ വസിക്കുവാൻ അവൻ ഇറങ്ങി വരും. ഗലാത്യലേഖനം 4:16 പറയുന്നു, അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നു. അത് ക്രിസ്തു തന്നെ. അപ്പൊ ക്രിസ്തുവിനാണ് അബ്രഹാമിന്റെ സന്തതി. ഇവിടെ വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഗലാത്യർ 3:26 പറയുന്നു, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നാം എല്ലാവരും ക്രിസ്തുവേശുവിൽ ജനിച്ചവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അങ്ങനെ നാം ക്രിസ്തുവിൽ ഉള്ളവരെങ്കിൽ, ക്രിസ്തുവിന് ഉള്ളവർ എങ്കിൽ
അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവപൈതലേ, നമ്മുടെ മേലൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അത് നമ്മുടെ അവിശ്വസ്തതയ്ക്ക് പോലും അവന്റെ വിശ്വസ്തതയെ സ്പർശിക്കുവാൻ കഴിയുകയില്ല. നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അവനത് നിവർത്തിച്ചു തരും. അവനത് നിവർത്തിച്ചു തരും. അതുകൊണ്ട് നാം കേട്ടത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കണം. അവൻ വിശ്വസ്തനായ കർത്താവ്. അവൻ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഇടയാകുകയില്ല.